ഈ അപകടത്തിന്റെ ഉത്തരവാദി ഇന്ത്യയാണെന്നായിരുന്നു പാകിസ്ഥാൻ ആരോപിച്ചിരുന്നത്. പാകിസ്ഥാൻ മെത്തോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ ഉദ്ധരിച്ചു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യ ഈ മേഖലയിൽ എക്സ്റ്റൻസീവ് മിലിറ്ററി ആക്ടിവിറ്റീസ് നടത്തിയിരുന്നുവെന്നും ഇന്ത്യൻ ആർമിയുടെ പ്രവർത്തന ഫലമായി ഈ ഏരിയകളിൽ വലിയ തോതിൽ കാർബൺ ഡിപ്പോസിറ്റ് ആവുകയും ചെയ്തു. ഇത് കാരണം സോളാർ റേഡിയേഷൻ വർദ്ധിക്കുകയും ഗ്ലേസറിന്റെ വലിയൊരു ഭാഗം തന്നെ ഉരുകി അപകടം സംഭവിക്കുകയും ചെയ്തു. എന്നാൽ ഈ അപകട സ്ഥലത്തിന്റെ 15 കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ത്യൻ സൈന്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്നാലും പാകിസ്ഥാന്റെ ഈ ആരോപണത്തിന് പിന്നിൽ ഇന്ത്യയുടെ പരീക്ഷണം വിജയിച്ച ഒരു കോൺസ്പിരസി സ്റ്റോറിയുമുണ്ട്. ഇന്ത്യയുടെ ആധുനിക വെപ്പൺ കാളിയുടെ ടെസ്റ്റിംഗ് ആയിരുന്നു സേന അന്നവിടെ നടത്തിയത്. ഇതിന് നൽകിയിരുന്ന കോഡ് നെയിമാണ് ഓപ്പറേഷൻ വൈറ്റ് വാഷ്. ഓപ്പറേഷൻ വൈറ്റ് വാഷിനെ കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ആധികാരികമായി പുറത്തുവിട്ടിട്ടില്ല. കാളി ഒരു പാർട്ടിക്കിൾ ആക്സിലറേറ്റർ ആണ്. ലേസർ വെപ്പണുകളെ പോലെ ഇത് ലേസർ ബീം പുറപ്പെടുവിക്കുന്നില്ല. പകരം പവർഫുൾ ഇലക്ട്രോണിക് പൾസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. ഇലക്ട്രോണിക് പൾസിന് വലിയ അളവിൽ മഞ്ഞുരുക്കാൻ സാധ്യമല്ല എന്നും ഒരു വാദമുണ്ട്.